അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടിൽ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. കേസിൽ ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റോയിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. തട്ടിപ്പിൽ പങ്കില്ലെന്നും സംഭാവന കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയ ജീവനക്കാർ കുറ്റകൃത്യം ചെയ്യുമെന്ന് കരുതിയില്ല എന്നുമാണ് അദ്ദേഹം മൊഴി നൽകിയത്. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്നത് ഒരു വൻ തട്ടിപ്പായിരുന്നു. അതിലിപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ഈ ചമ്പത് റോയ് പറയുന്നത് തനിക്ക് ഈ തട്ടിപ്പിൽ പങ്കില്ല എന്നാണല്ലേ? ഈ രാമക്ഷേത്രത്തിൽ സംഭാവന ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണമാണ് നിലവിൽ അന്വേഷണ സംഘം SIT നടത്തുന്നത്. അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേസിൽ പ്രതിയായിട്ടുള്ള ആളുകളുടെ വീട്, ഓഫീസ്, അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയിരുന്നു. അവിടങ്ങളിൽ പണവും മറ്റ് രേഖകളും കണ്ടെത്തി. നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം ഈ വെള്ളിയാഴ്ചയ്ക്കകം തന്നെ SIT അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും എന്നുള്ളതാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം ഇന്നലെ ഈ ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി, ഈ വിവാദമുണ്ടായപ്പോൾ രാജിവെച്ച ജനറൽ സെക്രട്ടറി ചമ്പത് റായിയെ അന്വേഷണ സംഘം 3 മണിക്കൂറിലധികം ചോദ്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിശദമായി തന്നെ മൊഴി രേഖപ്പെടുത്തി. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട തനിക്ക് യാതൊരു അറിവുമില്ല, അതിൽ തനിക്ക് ബന്ധമില്ല. ഈ സംഭാവന എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിനും അത് കൈകാര്യം ചെയ്യുന്നതിനും ഏർപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്യും എന്നുള്ള കാര്യം താൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന മൊഴിയാണ് ചമ്പത് റായി നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തെ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെടുത്തിയ അന്വേഷണ സംഘം പ്രതി ചേർക്കുകയോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. പകരം ചമ്പത് റായിയുടെ മുൻ ഡ്രൈവർ ഉൾപ്പെടെ 8 പേരെയാണ് നിലവിൽ പ്രതി ചേർത്ത് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ അറസ്റ്റ് നടപടികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.